Hi students, my name is C. Shir Shamsuddin. Chartered Accountant ആണ്, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. കൂടാതെ ട്രിപ്പിൾ ഐയിൽ കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. കോസ്റ്റിംഗ് 100 മാർക്സ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് നമ്മൾ +2 സ്റ്റുഡൻസ് പഠിച്ചിട്ടില്ല. +2 ലെവലിൽ വരുന്നവർ കോസ്റ്റിംഗ് പഠിച്ചിട്ടില്ല. ഡിഗ്രി ലെവലിൽ വരുന്നവർ, ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾ കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടാവും, ചെറിയൊരു അറിവൊക്കെ ഉണ്ടാവും. എന്നാൽ ഫൗണ്ടേഷൻ റൂട്ട് വരുന്നവർക്ക് ആദ്യമായിട്ടാണ് അവർ കോസ്റ്റിംഗ് പഠിക്കാൻ പോകുന്നത്. അത് ഇൻ്റർമീഡിയറ്റിൽ ഗ്രൂപ്പ് 2 കവേർഡ് ആണ്. പറഞ്ഞു വരുമ്പോൾ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, +2 സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ട് വലിയ ഇഷ്യൂ വരില്ല. റീസൺ എന്ന് വെച്ചാൽ ബേസിക് മാത്തമാറ്റിക്സ് മാത്രം അറിയാമെങ്കിലും കോസ്റ്റ് നന്നായിട്ട് പഠിക്കാൻ പറ്റും. വേറെ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇവിടെ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 15 ചാപ്റ്റേഴ്സ് ഉണ്ട് മെയിൻലി. ഇപ്പോൾ 15 ചാപ്റ്റേഴ്സ് ഒരു ജേണി പോലെയാണ്. ഒരു 20 ഹവേഴ്സ് ഏകദേശം നമ്മളൊരു 30 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ 15 ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആവും. ഇതൊരു ജേണി പോലെയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ചാപ്റ്റർ ഉണ്ട്. ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ടെക്നോളജീസൊക്കെ കവർ ചെയ്ത് പോകുന്ന ചാപ്റ്ററാണ് ബേസിക് ചാപ്റ്റർ. ബേസിക് ചാപ്റ്ററാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ബേസിക് ചാപ്റ്റർ എടുത്ത് നമ്മൾ കോസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വെച്ച് അതിൻ്റെ തിയറി പാർട്ടുകളൊക്കെ നോക്കി ബേസിക്സിനെ പറ്റിയുള്ളൊരു നല്ല എല്ലാം കേട്ടാൽ കോസ്റ്റിനെ പറ്റി കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡിസ്കഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ചാപ്റ്റർ മെറ്റീരിയൽ, ചാപ്റ്റർ ലേബർ, ചാപ്റ്റർ ഓവർഹെഡ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ബേസിക്സിൻ്റെ കൂടെ തന്നെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ബേസിക്സും കോസ്റ്റ് ഷീറ്റും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ കോസ്റ്റ് കാണുമ്പോൾ, ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു എബിലിറ്റി ക്രിയേറ്റ് ആവും. കാരണം ബേസിക് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. ഒരു എക്സ്പെൻസ് കാണുമ്പോൾ ഇത് എവിടെയാണിത് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണിത് ക്ലാസിഫൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ അണ്ടറിൽ വരുന്ന എക്സ്പെൻസ് ആണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ബേസിക്സും കോസ്റ്റ് ഷീറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ചാപ്റ്റർ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കോർ ചാപ്റ്റേഴ്സ് ആണ്. ഇൻ്റർമീഡിയറ്റിൽ കോർ ചാപ്റ്റേഴ്സ് ആണ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ഇതൊരു എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. ഒരു കാറിൻ്റെ വർക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഇത് പഠിക്കുന്ന പോലെയാണ് നമ്മൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് പഠിക്കുന്നത്. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ നന്നായിട്ട് പഠിക്കും. ഏകദേശം ബേസിക്സും കോസ്റ്റ് ഷീറ്റും മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ചാപ്റ്റേഴ്സും കൂടി ഒരു 90 to 100 ഹവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ഈ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ ഈ 3 ചാപ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. പല ചാപ്റ്ററിലേക്ക് ഇപ്പോൾ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഏരിയ ഉണ്ട്, ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, ബാച്ച് കോസ്റ്റിംഗ് ഉണ്ട്, പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ എല്ലാം ആക്സിഡൻറ്റ് ക്ലച്ച് ബ്രേക്കൊക്കെ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ റോഡിലേക്ക് ചുമ്മാ ഓടിച്ചു തുടങ്ങത്തില്ലേ, ഓടിച്ച് നന്നായിട്ട് എന്ത് ചെയ്യും, തെളിയും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഐഡിയാസ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡിൻ്റെ ഐഡിയാസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ ചാപ്റ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷനിലേക്കാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെടുത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. ഈ ഒരു സബ്ജക്റ്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. അതിനുശേഷം നമുക്ക് കൺട്രോളിങ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉണ്ട്, ബഡ്ജറ്ററി കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം കോസ്റ്റിനെ പറ്റിയുള്ള എല്ലാ അറിവും കിട്ടി നമ്മൾ പല രീതിയിൽ അത് അപ്ലൈ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കൺട്രോളിങ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള, ഡിസിഷൻ മേക്കിംഗ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള മാർജിനൽ കോസ്റ്റിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോൾ ചാപ്റ്ററെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ലെവലിൽ ABC എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനുശേഷം കുറച്ച് അതർ ഏരിയാസ്, ചില ഏരിയാസുകൾ നമ്മൾ കവർ ചെയ്യാനുണ്ടാവും. അണ്ടർ അബ്സോർപ്ഷൻ, ഓവർ അബ്സോർപ്ഷൻ്റെ ഏരിയാസും ബഡ്ജറ്റ് റേഷ്യോയുടെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കും. അല്ലാതെ അതിന് കൂടാതെ തന്നെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഇതൊരു ജേണിയാണ്. ഇതൊരു 220 to 230 ഹവേഴ്സ് ഉള്ളൊരു ജേണിയാണ്. ഈ ജേണി സത്യം പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ റൂട്ടിൽ വരുന്ന ആളുകൾക്കാണെങ്കിലും ഡിഗ്രി ലെവലിൽ വരുന്ന ആളുകൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ സബ്ജക്റ്റിൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ഒരു ഐഡിയ വേണം, പിന്നെ റീസണിങ് എബിലിറ്റി വേണം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടാൽ റീഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു റീസണിങ് എബിലിറ്റി കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ്സിൽ കണ്ടിന്യൂസ് വന്നാൽ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു 220 to 230 ഹവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 210 ഹവറോ അല്ലെങ്കിൽ ഒരു 200 ഹവേഴ്സോ ക്ലാസ്സിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഓവറോൾ എല്ലാ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ ഹവറും വരാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് എല്ലാവരും എല്ലാ ഹവറും വന്ന് ക്ലാസ് ഇരിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ വന്ന് ക്ലാസ് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന സബ്ജക്റ്റായിട്ട് കോസ്റ്റിംഗ് മാറും. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. പല ബാച്ചിലും ഹൈ എൻഡ് മാർക്കുകൾ സ്റ്റുഡൻസ് മേടിച്ച് പോയിട്ടുണ്ട്. 94ഉം 93 ഒക്കെ മേടിച്ച് പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അത് മാത്രമല്ല 90 ആകട്ടെ, 89 ആകട്ടെ, പല ലെവലിലും മാർക്ക് മേടിച്ച് പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന്. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിപ്പിക്കാൻ എന്താ പറയുക, ഈസിയാണ്. നിങ്ങൾക്ക് പഠിക്കാനും ഈസിയാണ്. ഒരേ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുള്ളി അറ്റൻഡൻസുകൾ തരിക, എല്ലാ ഹവറിലും ക്ലാസ്സിൽ വരിക, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക.
മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക. അത് കോസ്റ്റിംഗ് മാത്രമല്ല, സിയുടെ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കണം. അപ്പോഴേ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. പലരും പറഞ്ഞ് പേടിച്ചിട്ടുണ്ടാവും, സി എ ഭയങ്കര ടഫ് കോഴ്സാണ്, ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് പാസ്സാകാൻ ചാൻസ് കുറവാണ്. ഒന്നുമില്ല, നല്ല ക്ലാസ്സുകൾ കിട്ടി, അതിലൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ. ഇപ്പോൾ ക്ലാസ് കിട്ടുക അങ്ങനെ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയും, 30% മാത്രമേ ഉള്ളൂ ക്ലാസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ബാക്കി 70% നിങ്ങളുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാനിങ്ങനെ സ്റ്റുഡൻസിനോട് പറയും, സി എ പാസ്സാകണമെങ്കിൽ ഒരു ബസ് നോക്കിയിട്ട് കയറി പോകാൻ പറ്റും, ഇന്ന സ്ഥലത്തേക്കുള്ള ബസ്സാണ് നോക്കിയിട്ട് കയറി പോകാൻ പറ്റുന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് ഇതാക്കി വെച്ചിരിക്കുകയാണോ സി എ അങ്ങനെയാണോ ടഫാണ്, അങ്ങനെയല്ല. നിങ്ങൾ വരുന്നത് ആഗ്രഹിച്ചാണ്, നിങ്ങൾ വരുന്നത് ഹാർഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ സി എ പേ ഓഫ് ചെയ്യും. ഞാനും വന്നപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവായിട്ട് ഇത് കിട്ടാൻ പാടുള്ള കോഴ്സാണ്, ഇത്രയും പാസിംഗ് പെർസെൻറ്റേജ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ, എന്നാലും നമ്മൾ നേടിയെടുക്കും, നമുക്കിത് പഠിച്ചാൽ കിട്ടണം. ആ രീതിയിൽ വർക്കൗട്ട് ചെയ്തു, ഫെയിൽ ആയി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ വാശിക്ക് പഠിക്കും. അപ്പോൾ വൺസ് ആ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റുന്നൊരു കോഴ്സ് തന്നെയാണ് സി എ. പിന്നെ വരിക, ഇവിടെ വന്നിട്ട് ഗ്രൂപ്പ് 1 ഉണ്ട്, ഗ്രൂപ്പ് 2 ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 സബ്ജക്റ്റുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ്. ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റിയാണ് ജസ്റ്റിൻ സാറാണ് ഒരു DT കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫാക്കൽറ്റീസും, ഓൾമോസ്റ്റ് എല്ലാ ഫാക്കൽറ്റീസും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. നിങ്ങൾ വരിക, നിങ്ങളുടെ ഫാമിലിയോട് ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ കീപ്പ് ചെയ്യണം. വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വൺസ് ഒരു ദിവസം നിങ്ങളുടെ നെയിമിൻ്റെ കൂടെ സി എന്നൊരു വേർഡ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അതുമാത്രമല്ല, ഫിനാൻഷ്യലിയും നമുക്ക് സൗണ്ട് ആകാൻ പറ്റുന്ന കണ്ടീഷൻസ് ഉള്ളൊരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഇതിൽ എനിക്ക് എൻ്റെ സബ്ജക്റ്റിനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലാൻ പോകുന്നത്. ക്ലാസ്സിൽ വന്നിരുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഹവേഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് ട്രിപ്പിളിലേക്ക് വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാക്കൽറ്റി പൂൾ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ടീമുകളെല്ലാവരും ഇവിടെ ഓക്കെയാണ്. ഞങ്ങൾക്കൊരു ഫോർമുലയുണ്ട്, ഒരു വിന്നിംഗ് ഫോർമുലയുണ്ട്. ആ ഫോർമുല ഞങ്ങൾ അപ്ലൈ ചെയ്യും. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, എത്രയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താലും നിങ്ങളാണത് തീരുമാനിച്ച് ഹാർഡ് വർക്ക് ചെയ്യാം, പാഷനേറ്റ് ആയിട്ട് വീട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും വെച്ച് വരേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കതും കൂടെ ഉണ്ടെങ്കിൽ സി എ ഇൻ്റർ ലെവൽ നമുക്ക് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ട്രിപ്പിളുടെ പാസ്റ്റ് ഉള്ള നമ്മളുടെ ഒരു റിസൾട്ടൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് ആൾക്കാരും പാസ്സായിട്ടാണ് പോകുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ വരുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്, ഇവിടെ നല്ല ഫാക്കൽറ്റി ഉണ്ട്, നല്ല മാനേജ്മെൻ്റ് ആണ്, നല്ല രീതിയിലുള്ള സപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ കൂടെ നിങ്ങളും നിങ്ങളുടെ പാർട്ടും കൂടെ ഓക്കെ ആക്കുകയാണെങ്കിൽ വൺസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ചേരാൻ പറ്റും. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. എൻ്റെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ ക്ലാസ് വരുമ്പോൾ കാണാം.